തിരികെ ചർച്ചയിലേക്ക് ശ്രീ ബി റജി, ഇവിടെ ശബരിമല അയ്യപ്പൻ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പണം കൊയ്യാനും വോട്ട് നേടാനുമുള്ള ഒരു ബിംബമായി മാത്രം മാറുകയാണോ? എന്താ രോഹിണി, അങ്ങനെ അതൊക്കെ വെറും ബാലിശമായ വാദഗതികളല്ലേ? ശബരിമല എന്ന് പറയുന്ന പവിത്രമായ സ്ഥലവും അതിലെ വിശ്വസിക്കുന്നവരും ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആളുകൾ ഈ നമ്മുടെ സംസ്ഥാനത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ആ വിശ്വാസത്തെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും നാം പവിത്രതയോടെ കാണുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന സമീപനം തന്നെയാണ് നാം സ്വീകരിക്കേണ്ടത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടേത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും, അതുപോലെ വേഷങ്ങളായാലും ഭാഷയും ആഹാരവും ആചാരവും മതവിശ്വാസങ്ങളിലും എല്ലാം വൈവിധ്യം പുലർത്തുന്ന ഒരു നാടാണ് നമ്മുടേത്. ആ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തിനാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ കൈവരിച്ച സ്വാതന്ത്ര്യം നിലനിർത്താൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയപ്പോൾ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുവാനും ആ ആചാരത്തിൽ തുടരുവാനും അവർ വിശ്വസിക്കുന്നത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങളുണ്ട്. അതിനർത്ഥം ഏതെങ്കിലും മതം മാറ്റമോ അല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്നുള്ളവരെ മറ്റൊരു മതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് മാറ്റുകയോ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇന്ത്യയിലെ ഓരോ പൗരനും അവന് ആവശ്യമുള്ള, അവൻ ആഗ്രഹിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള മൗലിക അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഇവിടെ വ്യാജ പ്രമാണങ്ങളും വ്യാജ പ്രചരണങ്ങളും വർഗീയതയും ഒക്കെ വളർത്തി നമ്മുടെ സമൂഹത്തിൽ അസംതൃപ്തിയും അസമാധാനവും ഒക്കെ വളർത്തി അന്തരീക്ഷം കലുഷിതമാക്കാനൊക്കെ ആർക്കും കഴിയും. പക്ഷേ നമ്മുടെ മതസൗഹാർദ്ദവും നമ്മുടെ ബഹുസ്വരതയും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും അതുപോലെ പൗരപ്രമുഖരും സോഷ്യൽ സർവീസും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം നോക്കൂ, ശബരിമലയെ സംബന്ധിച്ച് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും അതിനെ എതിർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭക്തജനങ്ങൾക്ക് അവിടെ എത്തുന്ന ക്രൗഡ് മാനേജ് ചെയ്യുന്നതിനും സ്പോട്ട് ബുക്കിങ്ങിനും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്ന ഭക്ത സഹസ്രങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക തന്നെ വേണം, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ 10 വർഷം LDF ഭരിച്ച ആ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തെത്തുമ്പോൾ, അതിൻ്റെ എൻഡിലെത്തുമ്പോൾ വലിയ പദ്ധതികളും ഒക്കെയായി മുന്നോട്ട് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു സംഗമത്തിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാനുള്ള സമയം ശേഷിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുവാൻ ഇടതുപക്ഷം പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നോക്കൂ, കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് മാർക്സ് എഴുതിയിട്ടുള്ളത്. അതായത് വർഗ സമരത്തിൻ്റെ ഭാഗമായി ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ആ ഒരു മെറ്റീരിയലിസത്തിൽ മതങ്ങൾക്ക് പ്രാധാന്യമില്ല. കമ്മ്യൂണിസം നടപ്പാക്കിയ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ മതവിശ്വാസത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ പാഴ്സിയോ ജൈനനോ എല്ലാവർക്കും അവരുടെ മതം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള മൗലികമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു വലിയ ഭരണഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പരസ്പരം മതവിശ്വാസങ്ങളെ അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുമുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് നമ്മൾ കാട്ടേണ്ടത്. അത് രാഷ്ട്രീയക്കാർ മാത്രമല്ല, സോഷ്യൽ സർവീസിലുള്ളവരും മതപ്രചാരകരായാലും ആരായാലും തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെ വർഗീയ കലഹങ്ങളിൽ നിന്നും മതവൈരങ്ങളിൽ നിന്നും മാറ്റി സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് അത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉയരുമ്പോഴാണ് അതിനെതിരെ ചോദ്യങ്ങൾ ഉയരുന്നത്. രേണുക, ശരി.